മച്ചന്മാരെ ചങ്ങാതിസ് വ്ലോഗിൻ്റെ പുതിയൊരു യൂട്യൂബിലേക്ക് എല്ലാ മച്ചന്മാർക്കും സാധാ. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ചാലക്കുടിയിലാണ്. നമ്മുടെ മണിച്ചേട്ടൻ്റെ സ്വന്തം നാടായ ചാലക്കുടിയിലാണ് നിൽക്കുന്നത്. അതിമനോഹരമായൊരു കൊച്ചു കാഴ്ച കാണാനാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതേ ഇവിടെ ന്യൂ ഇയർ ആയിട്ട് ചിൽഡ്രൻസിനൊക്കെ ന്യൂ ഇയർ ആയിട്ടൊരു കിടുക്കാച്ച് സർപ്രൈസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സർപ്രൈസ് എന്താണെന്ന് കാണണ്ടേ? അപ്പോൾ നേരെ ഇങ്ങോട്ട് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം മഞ്ചന്മാരി ഇതേ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കലാഭവൻ മണി സ്മാരക മുനിസിപ്പൽ പാർക്കിലാട്ടോ. ഞാനിപ്പോൾ ദേ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ദേ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അപ്പം ദേ മഞ്ചന്മാരി നമ്മുടെ മണിച്ചേൻ്റെ പേരിലൊരു പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പം ക്രിസ്മസിൻ്റെ തലേ ദിവസം 24-ാം തീയതി 4 മണിക്ക് ഇവിടെ പൊതുജനങ്ങൾക്ക് നമ്മുടെ പാർക്ക് തുറന്നു കൊടുത്തു. അപ്പോൾ മഞ്ചന്മാരി ദേ ഇവിടെ നല്ല സൗണ്ടിൽ പാട്ടും മേളൊക്കെ ആട്ടോ. അപ്പം അത് തന്നെയാണ് ഞാൻ ഇവിടെ സെപ്പറേറ്റ് സൗണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ദേ മച്ചന്മാർ ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ 5 മണി മുതൽ 8 മണി വരെയാണ്. അതുപോലെ തന്നെ വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെയാണ്. അപ്പം ദേ മച്ചന്മാർ ഇവിടുത്തെ പ്രവേശനം നമുക്ക് സൗജന്യം കേട്ടോ. ഇവിടെ നമുക്ക് വന്ന് വേണമെങ്കിൽ ഇവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. അപ്പം നമ്മൾ ഓരോ പള്ളിയിലെ ക്രിബ് കാണാൻ ഇറങ്ങിയപ്പോഴാണ്. അപ്പം നമ്മൾ ചാലക്കുടി പള്ളിയിൽ വന്നു. അപ്പോൾ ഇവിടുത്തെ ക്രിബ് കഴിഞ്ഞ് നമ്മൾ പോണ സമയത്താണ് നമ്മൾ ഈ പാർക്കിൽ കയറിയത്. അപ്പം അതേ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇവിടെ എൻജോയ് ചെയ്യാം. ഇവിടെ പാർക്കിൽ കുറേ ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് ഐറ്റംസ് ഉള്ളൂ. ഇപ്പം കുറച്ച് പാർക്ക് തുറന്നിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടുള്ളൂ. അപ്പം ഐറ്റംസ് ഇനിയും വരാനുണ്ട്. അപ്പം നമുക്ക് ഫാമിലിക്ക് വന്നാൽ ഇവിടെ അത്യാവശ്യം എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ പിള്ളേർക്ക് ഇവിടെ കളിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ മനസ്സിലൊക്കെ ഒരു കുളിർമ ലൈറ്റും നമുക്ക് പാട്ടൊക്കെ കേട്ട് ഇവിടെ ഡാൻസ് കളിക്കുക എല്ലാം ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ അവിടെ അനിയന് വന്നപ്പോൾ അവന് നല്ല രീതിയിൽ സന്തോഷമായി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവന് സ്കൂളിൻ്റെ പടി പോലും കണ്ടിട്ടില്ല. ഈ കൊറോണ എന്ന കാരണം അവന് KG-യിൽ പോകാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ UKG-യിൽ പോകാമെന്ന് ചോദിച്ചപ്പോൾ UKG-യിലും പോകാൻ പറ്റില്ല. ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. അപ്പം അവൻ കൊറോണ കാരണം പുറത്തേക്കൊന്നും പോകാറില്ല. സ്കൂളിലെ ഐറ്റംസ് കണ്ടപ്പോൾ ഒരു സന്തോഷം. അപ്പം നമ്മൾ ഓരോ ഐറ്റത്തിലും കയറണമെങ്കിൽ പിള്ളേരുകൾ ഇഷ്ടംമാരുണ്ട്. അപ്പം നമ്മൾ ഒരേ ഐറ്റത്തിൽ കയറണമെങ്കിൽ നല്ല സമയം എടുക്കും. നമ്മൾ കുറേ നേരം നിന്നിട്ടാണ് ഓരോ ഊഞ്ഞാലിലും അതുപോലെ തന്നെ സീസോയിലും ഒഴുകണ സ്ഥലത്തുമൊക്കെ കയറിയത്. അപ്പം ഞാൻ ഇരുന്ന് വട്ടം നാരങ്ങ കളിക്കാട്ടോ. വട്ടം നാരങ്ങ LKG-യിലും UKG-യിലും വെച്ച് കയറിയതാ. പിന്നെ കയറിയിട്ടില്ല കുറേ നേരം ഇരുന്നാൽ. പക്ഷെ തല കറങ്ങും. എന്തായാലും സാധനം അടിപൊളിയാണ്. പിള്ളേരുടെ ഒപ്പം ഇരുന്ന് കളിക്കാണ്. വട്ടം നാരങ്ങ ചുറ്റി പോകുമ്പോൾ മിണ്ടാത്ത റെഡി 1 2 3 പിള്ളേർ നോക്കിക്കാണ്. ഓരോ ട്രിപ്പ് ഇറങ്ങുമ്പോൾ ഓരോ ട്രിപ്പ് കയറ്റാട്ടോ ഓരോ പിള്ളേരെ. കംപ്ലീറ്റ് മാല ബൾബിട്ട് ഭയങ്കര നല്ല രീതിയിൽ ഡെക്കറേറ്റ് ആണ്. നമ്മൾ വൈകുന്നേരമൊക്കെ കാണുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. പച്ച, നീല, ചുവപ്പ, വെള്ള എല്ലാം മാല ബൾബിട്ട് എൻ്റെ മജ്ജമാരെ ഒന്നും പറയണ്ട. നമ്മുടെ മരങ്ങളുടെ അവിടെയൊക്കെ ലൈറ്റൊക്കെ വെച്ച് പിന്നെ നോൺ സ്റ്റോപ്പ് പാട്ടിങ്ങൊക്കെ ആവുമ്പോൾ പിന്നെ ചുറ്റും സ്റ്റാർ ഇട്ടുണ്ട് കേട്ടോ. എൻ്റെ മജ്ജമാരെ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക സുഖമാട്ടോ. ഇതാണ് ഇവിടുത്തെ രാത്രി കാഴ്ച കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ലൈറ്റ്. അപ്പം ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ മണിച്ചേൻ്റെ പിറന്നാളായിട്ട് ഇവിടെ ഗാനമേളയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മണിച്ചേൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഗാനമേളയൊക്കെ നടത്തുന്നുണ്ട്. ജാനുവരി 1-ാം തീയതി വൈകിട്ട് 5 മുതൽ 10 വരെ നമ്മുടെ മണിച്ചേൻ്റെ ഫ്രണ്ട്സ് ഇവിടെ കലാപരിപാടി നടത്തുന്നുണ്ട്. ഗാനമേളയും താല്പര്യമുള്ള നമ്മുടെ മജ്ജമാർക്ക് വേണമെങ്കിൽ അവിടെ ചെന്ന് പരിപാടിയൊക്കെ കാണാം കേട്ടോ. നല്ല അടിപൊളി പരിപാടിയെന്ന് കേട്ടേ. പറ്റാവുന്നവരൊക്കെ ചെന്ന് കണ്ടു നോക്ക്. നല്ല കിടുകാച്ചി പരിപാടിയാണ്.
ഉള്ളതൊക്കെ വീഡിയോ. അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തു. അപ്പം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തതാണ്. മാക്സിമം എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ, റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ അപ്പം ഈ പാർക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എന്താ പറയാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക, കൂടെ ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോണിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ